ഹലോ കേക്കണ്ട പരിപാടി ചെയ്യുന്നവർ ഇപ്പൊ ലൈവ് ഇട്ട് കാണിച്ചു എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഡിസ്കോഡിൽ എന്തെങ്കിലും വീഡിയോ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ മറ്റേ ഇപ്പൊ മന്ദാരവും സാവേജ് ആണെങ്കിൽ സാവേജിന് അയച്ചു കൊടുത്തിട്ട് അതിന്റെ അകത്ത് മീഡിയ ഫയൽ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് കോപ്പി ചെയ്തിട്ട് അവന്റെ വീട്ടിലെ എല്ലാ പണിയെല്ലാം മെനഞ്ഞാൽ കഴിഞ്ഞതേ ഉള്ളൂ. പിസിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുക. അവിടെ ബോബോയും എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പെട്ടെന്ന് കാണിച്ചു വിടാ. ഇതാണ് F7. അപ്പൊ കാണണ്ട എല്ലാരും കേറിയാ അപ്പൊ ഇന്ന് RP ആക്കി എന്തിന് ബ്രോ? ഞാൻ മെനഞ്ഞാന്ന് ചെയ്യാനിരുന്നു, അവൈലബിൾ അല്ലാത്തോണ്ട് ഇന്നാക്കി. പിന്നെ ഇന്നെന്ന് പറഞ്ഞിട്ട് പിന്നൂടെ നിങ്ങളെ മടുപ്പിച്ച ഷോ ആക്കണ്ടെന്ന് വിചാരിച്ചാണ് ചെയ്തത്. വേറെ RP നമ്മൾ സെറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ബോർഡ് അങ്ങനെ സ്ഥലമുണ്ട്. ഇതിപ്പോ ബോർഡ് കിടക്കണേ അത് മാറ്റാം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ ആണ് പ്ലേ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ വീഡിയോടെ ഇവിടെ ഷോ സ്ക്രീൻ ഉണ്ട് അത് കൊടുക്കാം. അപ്പൊ ഇത് വീഡിയോടെയാണ്. അണ്ട് ഇവിടെ നിങ്ങൾ മറ്റേ നമ്മുടെ ഈ ലിങ്ക് പേസ്റ്റ് ചെയ്യാം വീഡിയോടെ. എന്നിട്ട് ഇവിടെ ഇത് പ്ലേ കൊടുക്കുമ്പോ ഇച്ചിരി ഇതുണ്ട് ഡീൽ എടുക്കുമ്പോ ഇവിടെ പ്ലേ ആവും. ഇനിയിപ്പോ നിങ്ങക്ക് അതല്ല ഇപ്പൊ ഫോട്ടോ ആണ് വേണമെങ്കിൽ ഇവിടെ ഈ സ്ക്രീൻ ഹൈഡ് ചെയ്യുക, എന്നിട്ട് ഷോ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഫോട്ടോയുടെ ഇത് വരും. അപ്പൊ നിങ്ങൾ ഇവിടെ ഡിസ്കോഡിൽ നിന്ന് മറ്റേ കോപ്പി ലിങ്ക് അടിക്കണം. കോപ്പി പേസ്റ്റ് അല്ല, കോപ്പി ലിങ്ക് അടിച്ചിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ പ്ലേ കൊടുത്താൽ ആ ഫോട്ടോ ഇതിൽ വന്നോളൂ. അത് തന്നെ എല്ലാവർക്കും അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബോർഡ് എന്ന് പറഞ്ഞ സംഭവം ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ഈ ഓപ്ഷൻ വരും. ഒന്നില്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നില്ലെങ്കിൽ ഇവിടെ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ പിക്ക് കൊടുത്താൽ ഇവിടെ വലിയതായിട്ട് വരും. അപ്പൊ നിങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ വരച്ച് നിങ്ങൾ ഇവിടെ അപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ കൊടുത്താൽ മതി. അപ്പൊ നേരെ ഈ സാധനം ഈ ഇതിന് വന്നത് അത് വരാത്തെന്ന് പറഞ്ഞ ഇത് ഷോ ബോർഡ് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ടിവിയിൽ ഒരുത്തം വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പൊട്ടൻഷ്യൽ. ഇതെങ്ങനെ തുറക്കണത്? ഈ മെനു എല്ലാവർക്കും കിട്ടുമോ സിറ്റി കയറി കഴിഞ്ഞാൽ? അപ്ഡേറ്റ് ആയില്ല. ഇപ്പൊ നമ്മളിവിടെ എന്താ വിളിക്കാണ്ട് ഇവിടെ അപ്ലൈ കൊടുത്താൽ പെട്ടെന്ന് ഇത് വരില്ല, ചെറിയൊരു ഡീൽ എടുത്തിട്ട് വന്നോളൂ. കണ്ടോ അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങള്. അപ്പൊ എൻജോയ്. RPയിൽ വരും. ഇതിപ്പോ നിങ്ങളിപ്പോ മെയിൻ ആരും ഓപ്പൺ ആക്കണ്ടോ? ഇപ്പൊ ചെയ്തോണ്ടിരിക്കണം, ആരും ചെയ്തോണ്ടിരിക്കണ്ട. ഇത് പിന്നെ ഒരു കാര്യം ഞാനൊരു കാര്യം പറയാം. ഈ റൂമിന്റെ അകത്ത് വരുന്നവര് മാത്രം ഈ മെനു ഓപ്പൺ ചെയ്യരുത് കേട്ടോ. അതായത് പാസ്വേഡിന്റെ അവിടെ പ്രസന്റേഷൻ വരുന്നവര് മാത്രം F7 ഓപ്പൺ ചെയ്ത് വെക്കാവൂ, അല്ലാതെ ആരും യൂസ് ചെയ്യരുത്. ഓക്കെ, എന്തിരിപ്പോളികളാണ് ചാറ്റില്. നമ്മുടെ ഫാൻസ് എന്ന് പറയുന്ന രീതിയിൽ ഇരിക്കണ കുറെ വാണങ്ങള്, കുറെ വാണങ്ങൾ അങ്ങനെ തന്നെ പറയണം. ഞാനിപ്പോ ഇവിടെ മെൻഷൻ ചെയ്ത പേരിൽ എന്തെങ്കിലും പറയണോ, അത് കേൾക്കണോ അവന്മാർക്ക്? അതിലിപ്പോ വേറെ സ്ക്രീൻ വന്നേക്കാ. ഇവരിപ്പോഴും ബുദ്ധി ഉദിച്ചിട്ടില്ലടാ. ഇവര് വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുണ്ടല്ലോ, ഇവര് ബുദ്ധി ഇതൊക്കെ ഭയങ്കര പഴയ സ്ട്രാറ്റജി. ഇപ്പൊ ഏക്കൂല. ഇതാരടാ ചെയ്യണേ? ചെയ്യുവാ എടാ എല്ലാം ഹൈഡ് സ്ക്രീൻ, ഹൈഡ് ഫോട്ടോ, ഹൈഡ് ബോർഡ് കൊടുക്കുക, എല്ലാം കൊടുക്കുക. എന്നിട്ട് നിനക്ക് എന്താ ചെയ്യേണ്ടത് അത് ഷോ കൊടുക്കുക. അതെ, ലിങ്ക് ചെയ്യണ്ടേ? ഇപ്പൊ ലിങ്ക് ഇടണ്ടേ? എടാ നീ വീഡിയോ ആണ് കാണിക്കുന്നതെങ്കിൽ ഷോർട്ട് ഷോ സ്ക്രീൻ ആക്ക്. ഷോ സ്ക്രീൻ വീഡിയോ ആണ്, ഷോ സ്ക്രീൻ കൊടുക്കണം. ഫോട്ടോ ആണെങ്കിൽ ഡോക്ടർ കണ്ടാളിയാ ലവ് ഡോക്ടർ. എന്താ എല്ലാവർക്കും കേറാം. സിറ്റിക്കത്തോ ഹെഡ്സെറ്റ് ഊരി പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഹലോ ഹലോ ഹലോ. ഇത് മ്യൂട്ട് ചെയ്യാൻ ഞാൻ ഹലോ. എടാ ബാക്കിയുള്ളവരെല്ലാം താഴ്പ്പൊക്കെ വിളിക്കുന്നവര് മാത്രം മേലോട്ട് കയറിയാൽ മതി. ബാക്കിയുള്ളവർ താഴ്പ്പൊക്കോ. കോച്ച് പോട്ട്. ഓൾ ദ ബെസ്റ്റ്. ഇതെന്താ ഗെയിം ക്യാപ്ചർ വന്നില്ല? വന്നില്ലേ? കോച്ച് ഞാൻ മാറ്റാൻ പോയത് AFK ആയിരുന്നു. പറ എന്തോ ചോദിച്ചേ. സൂപ്പർ ഓഫീസ് എപ്പോ ഇത് ബിൽ ചെയ്ത്? ഇത് ഇന്നലെ 2 ദിവസം ആയതേ ഉള്ളൂ കോച്ച്. Congratulations. Thank you so much coach. All the best. Yes. ചന്ദ്രു
എന്താ കേട്ടില്ല? എങ്ക ബിസിനസ് ഒരു കിടിലமான ബിസിനസ് ആണ്. ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പൊ റെഡിയല്ലേ? ഹലോ അപ്പാപ്പാ, നിങ്ങൾ AFK ആവല്ലേ അപ്പാപ്പാ? ജോക്കി, ഞാൻ AFK ഒന്നും അല്ല, എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ രണ്ടുപേരല്ലേ വിളിച്ചു. റെഡിയല്ലേ എന്ന് ചോദിച്ചാ പിന്നെ ജോക്കി എന്താ പറയണ്ടേ? ഒന്ന് വരോ ജോക്കി? അല്ല ജോക്കി അണ്ണനെ ഒരു കാര്യം പറയാം. ജോക്കി ഒന്ന് പറഞ്ഞു, ഞാൻ വരാം. എന്റെ നമ്പറില്ല, അവരെ കൊണ്ട് വിളിപ്പിച്ചതാ ഞാൻ, നെഞ്ചെ കൊണ്ട്. അന്നോട് സൈഡിൽ വിട്ടതിന് വാസന എവിടെ ഇരിക്കണേ? വാസന ശരിയാണോ? വാസന ശരിയാണോ? എനിക്കൊന്നും ചെയ്യാൻ വാസന ശരിയാണോ? ഞാൻ എണ്ണിക്കാൻ പറഞ്ഞു. വാസന ശരിയാണോ ഇത്? വാസന ചെയ്യണേക്കെ വാസന ഇരിക്കുമ്പോ എന്തെങ്കിലും കാണിക്കുന്ന മോശമല്ലേ അണ്ണൊരുമാതിരി? അണ്ണ ഇത് എന്റെ കഴിവുകൊണ്ടാണ് അണ്ണു ഞാൻ ഇവന്റെ സീറ്റിൽ ഇരിക്കുന്നോളൂ. ഇവൻ എണ്ണിക്കുന്ന ഇല്ലയോ എനിക്കൊന്ന് അറിയണമല്ലോ. എണീറാ, അതേറാ വാണോ ഏതാ മുട്ടിക്കുന്നേ? ക്രിമിയോ ഇല്ലാലെ നീ കളിയെ മാറടാ ഗേക്കപ്പിളാ. നീ എന്തൊരു ചെറ്റയാടാ ചന്ദ്ര. ഇവൻ സ്വാനപുത്രൻ, തന്തയില്ലാത്ത. അത് ഇരിക്കണ്ടേ എന്നാ അവസരം ഈ സൈഡിൽ എന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഇതിരുന്നോണല്ലേ. അപ്പൊ റെഡിയല്ലേ? റെഡി. അപ്പൊ നമുക്ക് അധികം വൈകിപ്പിക്കണ്ട. കാരണം ഇന്ന് ഇവന്മാർക്ക് എല്ലാവർക്കും പോകാനുള്ള, നാളെ അവിടെ കണ്ണാപ്പിയുടെ വീട്ടിലെത്താനുള്ളതാ. വീടൊക്കെ അഫ്ഗാനിസ്ഥാനിലല്ലേ? ഞാനപ്പോ ലിസ്റ്റ് എടുക്കട്ടെ കൈസ്, ഒരു മിനിറ്റ്. ഇവിടുത്തെ കോവിഡുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇല്ല അപ്പൊ നമുക്ക് ആദ്യം ടീം ഓയയെ വിളിക്കാം. ഓക്കെ, സോ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് എന്താ പറയാ, ഏറ്റവും നല്ല പ്രസന്റേഷനുള്ള അവാർഡ് നമ്മൾ വെളിയിൽ തരുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഞാൻ ടീമുകളെല്ലാം ഒന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. അതുപോലെ മോശം ടീമിന്റെ പെർഫോമൻസ് നോക്കിയിട്ട് അവര് അതിൽ നിന്ന് ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ടീമിലുള്ള ആൾക്കാരെ സ്ലോട്ട് ഒന്ന് മാറ്റിയിട്ട്, അല്ലല്ല ഏറ്റവും മോശം പ്രസന്റേഷൻ ഉള്ളവരെ നാളെ IRL ഡാൻസ് കളിപ്പിക്കും. അപ്പൊ ടീമുകൾ എന്ന് പറഞ്ഞാൽ ടീം തരിപ്പൻസ്, ടീം പൊളപ്പൻസ്, SMS എന്റർപ്രൈസ്, ടീം ബേബി, ടീം ചൈന ടൗൺ, ടീം ഷാർജ, ടീം ശരവണ ബ്രദേഴ്സ്, ടീം ഓയ. സോ അപ്പോൾ ആദ്യത്തെ പ്രസന്റേഷനായി ഞങ്ങള് ടീം ഓയ ക്ഷണിച്ചു കൊള്ളുന്നു. ഏബൽ അലക്സ് സെക്കൻഡ്. ഒരു നീകനും കൂടെ ഉണ്ട് നമ്മുടെ ഒരു കോർഡിനേറ്റർ. പറയേണ്ട കാര്യമുണ്ടാ? ബിസിനസ് പൊട്ടി. എല്ലാവർക്കും വിശിഷ്ടമായ ജഡ്ജസ് എല്ലാവർക്കും നമ്മുടെ കൂപ്പുകൈ നമസ്കാരം. നമസ്തേ. ആദ്യം തന്നെ നെഗറ്റീവ് മാർക്ക്. ഒരു ബിസിനസ് പ്രസന്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇടേണ്ട ഡ്രസ്സ് ഇതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇല്ല അണ്ണാ, നമ്മളെല്ലാം നാടാണാണേ. നമ്മുടെ രണ്ടുപേരും നാടാണാണ്, ഇവർ രണ്ടുപേരും ഇത്തിരി മോഡേണാണ്. അങ്ങനെയല്ല, മോഡേണിന്റെ ഇതിന്റെ അല്ല. ഒരു ബിസിനസ് മീറ്റിംഗിന് ബിസിനസ് പ്രസന്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇതല്ല. വാർ കളിക്കാൻ വല്ല പോകുന്നുണ്ടോ നിങ്ങള്? നമ്മള് നമ്മുടേതായ തനിമ വിട്ട് കളയാതെ ചെയ്യുന്ന ഒരു സംരംഭമാണിത്. ഇത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഇത് വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് അണ്ണാ സിറ്റിയില്. സത്യം പറഞ്ഞ അതായിക്കോട്ടെ, എന്താണെന്ന് അപ്പൊ നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാണ് ചോദിച്ചു? പറഞ്ഞു അല്ല, എന്തുകൊണ്ടാണ് പറഞ്ഞ കേക്കട്ടെ. അതാണ് ഓക്കെ അണ്ണാ. അത് അണ്ണാ ഇപ്പൊ സിറ്റിയിൽ ഒരു ആണും ഒരു പെണ്ണും കൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ അവർക്ക് എന്താണില്ല, അത് പ്രൈവസി. താഴെ സംസാരിക്കില്ലെന്ന് പറയടാ അമ്മമാരുടെ അടുത്തുനിന്ന്. പ്രൈവസി ഇല്ല. പ്രൈവസി, ഒരു മനസ്സമാധാനമായിട്ട് സംസാരിക്കാനുള്ള സ്ഥലമുണ്ടോ സിറ്റിയില്? ഒരു ആണിനും ഒരു പെൺകൊച്ചിനും ഇല്ല. ആണിനും സംസാരിക്കാനും അത് നമ്മുടെ എതിര് തെറ്റ് പറയുന്നില്ല, അത് അവരുടെ ഇഷ്ടമാണല്ലോ. മോഡേൺ ആവണം, നാട് എടുക്കുമ്പോൾ നമ്മൾ നടുവേ ഓടണമെന്നാണല്ലോ, അതാണല്ലോ ശാസ്ത്രം. അതിനെ തെറ്റ് പറയുന്നില്ല. അവരായി അവരുടെ പാടായി, അവര് പൊക്കട്ടെ, കുഴപ്പമില്ല. അത് പാടില്ല. നീക ആണ്ടൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നോ പ്രോബ്ലം ആണ്ടൂടെ തന്നെ നടക്കണം. അപ്പം അതുകൊണ്ടെന്ന് പറയും, ഈ കൊച്ചു പിള്ളേരെ കൊണ്ടാണ് ഇപ്പൊ സഹിക്കാൻ പറ്റാതെ
ഒരാളൊരു പെങ്കൊച്ചൂടെ സംസാരിക്കും, ഒരു 10 കൊച്ചുപിള്ളേർ അതിന്റെ ഇടയിൽ കൂടെ വലിഞ്ഞു കയറി എത്തി കുത്തിയൊക്കെ നോക്കി വരും. നമുക്ക് കാലേ വരെ നിലത്തിരിക്കാൻ ഇത് ശരിക്കും പറ്റും. നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയാണോ പറയണത് അതോ ബിസിനസ് ഐഡിയ ആണോ പറയണത്? അല്ലണ്ണ, ഒരു യുവജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടാണിത് സത്യം പറഞ്ഞാൽ. അവർക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരു സംരംഭമാണിത്. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ സമാധാനമായിട്ട് സംസാരിക്കാനാണെങ്കിൽ ഇവിടെ മലയും കുന്നൊക്കെ ഇല്ലേ? നല്ലൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. പിടിമല എന്ന് പറഞ്ഞൊരു മലയുണ്ട് ഇപ്പൊ ബേസിക്കലി. ആ പിടിമലയിലാണ് ഇപ്പൊ കൊച്ചുപിള്ളേരുടെ അഴിഞ്ഞാട്ടമാണ്. അതറിയോ ബോസനെ? അത് ഏറ്റവും മെയിൻ ആ സൂര്യാണ്, അഴുക്ക ചെറുക്കൻ. ഇവിടെ നിന്ന് കഥാപ്രസംഗം നടത്തുന്ന കാര്യം പറയൂ. പറഞ്ഞോ. ഇല്ല ജോക്കി, പ്രസന്റേഷൻ അങ്ങനല്ലേ ജോക്കി? ഒറ്റയടിക്ക് നേരെ വന്നിട്ട് ഇന്നേ ഉണക്കമീൻ കച്ചവടം നടത്തുന്നു, അതാണ് പ്രസന്റേഷൻ അല്ലല്ലോ ജോക്കി. അത് കാര്യത്തിലോട്ട് വരണേ. നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ സംരംഭത്തിന്റെ പേര് ഓയോ. ഓയാ ഓയുടെ ഫുൾ ഫോം എന്താ? അവർ വെരി ഓൺ റൂംസ്. വീഡിയോ പ്രസന്റേഷൻ അവർ അല്ല, അവേഴ്സ് യുവേഴ്സ് റൂംസ്. അത് ഓബിയമായില്ലടാ. അത് വീഡിയോ പ്രസന്റേഷൻ എന്താണ് ബേസിക്കലി ഇത് ചെയ്യുന്നത്? ഉണ്ടല്ലേ? നമ്മള് ബേസിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. നമ്മുടെ ഇതിന്റെ ബേസിക്കലി ഒരു കോപ്പി അടിച്ച് കുറെ ആൾക്കാർ നടത്തുന്നുണ്ട്. ഓയോ അമ്മരെയും കൊണ്ട് അടിച്ചെന്നാ നമ്മുടെ ഈ കോപ്പി അടിച്ചൊക്കെ നടത്തുന്നു. ലീഗൽ നോട്ടീസ് അയക്കായിരുന്നില്ലേ? അണ്ണ 10-20,000 കോടിയുടെ മറ്റേ സൗണ്ട് വിട്ടു പോണേ. സൗണ്ട് വിട്ടു പോന്നാ? അതോ വീഡിയോ പ്രസന്റേഷൻ എല്ലാം ഉണ്ട്. ബോറിംഗ് ആയിരുന്നു കേട്ടോ. പ്രസന്റേഷൻ ഒക്കെ ശോകമല്ലേ? എന്തെങ്കിലും ചെയ്യാൻ. എടാ ഈ ബാക്കിയുള്ളവരോട് ഇവിടെ സംസാരിക്കില്ലെന്ന് പറയണടാ. എടാ ബാക്കിയുള്ള ആൾക്കാർ ഈ ബിൽഡിങ്ങിൽ നിന്ന് സംസാരിക്കില്ലടാ, അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോണേ. ഞാൻ വിളിക്കുമ്പോ വന്നാൽ മതി, പയ്യെ വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇന്റർനാഷണൽ മാർക്കറ്റ് ആണ് നമ്മള് നോക്കുന്നത്. കൂട്ടിയപ്പോഴാ പറഞ്ഞത് പൊട്ടോ. വിട്ടിട്ടാണോ തരുന്നേ? അയ്യോ എന്റെ അമ്മേ. ദർശനം മുടി കെട്ടി വെച്ചാലും കഴിച്ചിട്ടാലും എല്ലാം ഏത് പാതിരാത്രി കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും ദർശന. അറിയത്തില്ല. ഹലോ, ഇത് കഴിഞ്ഞ സംസാരിക്കും. നൽകുന്ന റൂംസ്, കുളിർമ ഇല്ലാതെ റൂംസ്, വൈഫൈ പ്ലസ് VPN ആക്സസ്, ആടാതി കട്ടിൽ, വെള്ളമുള്ള ബാത്റൂം. ആരാണ് സന്തോഷം ആഗ്രഹിക്കാറ്? കഴകൂട്ടം, അറ്റാച്ച്ഡ് മെഡിക്കൽ ഷോപ്പ്, പ്രൈവസി, അതല്ലേ എല്ലാം. Nice presentation. Amazing. Marvelous. Good job, boys. Amazing. Thank you. 7 വർക്കുകളാണ് അതിൽ ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറെ ക്ലിപ്സ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. പക്ഷെ നല്ല പ്രസന്റേഷൻ, വെരി ഗുഡ് ഐഡിയ. അണ്ണാ നിങ്ങളിപ്പോ വിചാരിക്കും കഴിഞ്ഞെന്ന്, പക്ഷെ അല്ല, നമ്മൾ 3 ഐഡിയാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 കിടിലൻ ഐഡിയാസ്. പിന്നെ പക്ഷെ ഇതെന്തായാലും കൊള്ളാം. ഇത് നമ്മളിപ്പോ ആലോചിക്കുന്ന കാര്യമാണ്. കാരണം സിറ്റിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കപ്പിൾസ് ആണ്. ഇവര് പറഞ്ഞത് ശരിയാ. അത് ഇത് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന കപ്പിൾസിന്റെ ഇത് പ്രകാരമാണ്. അവരോട് നമ്മൾ സർവേ ഒക്കെ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് ബേസിക്കലി സാധനം. ആണല്ലേ? എന്താണ് അടുത്ത ഐഡിയ? നിങ്ങളുടെ ബിസിനസ് ഐഡിയ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കാം. ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്. ഞാൻ MD പഠിച്ചിട്ടുണ്ട്, MDMA പഠിച്ചിട്ടുണ്ട്, MBBS പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ബേസിക്കലി പഠിച്ച ഒരാളാണ് ഞാൻ.
അതെ ഓക്കെ ഓക്കെ ഞാനൊരു സകലകല വല്ലാതെ MDMA ഉണ്ട്, കഞ്ചാവുണ്ട്, എല്ലാം ഉണ്ടല്ലേ ഓക്കെ എല്ലാം ബേസിക്കലി നമ്മൾ എല്ലാം പോകണം ഇവിടെ, അങ്ങനൊന്നും ഇല്ല. എടാ അതൊന്നുകൂടെ പ്ലേ ചെയ്യാവോ? വീഡിയോയോ? എന്തിനാ? ഒന്നുകൂടെ ഞാൻ കണ്ടില്ല അവസാനം. പെട്ടെന്ന് ഇവിടെ ഒരു അർജന്റ് എടാ അത് തന്നെ കേട്ടോ ആ ഇല്ല ക്ലിപ്പ് അത് നീ കാണുന്നു, അത് നീ ബാക്ക് അടിച്ച് പിന്നെ കെട്ടാ മതി. അടുത്ത ഐഡിയ എന്താണ് പറയും? അണ്ണാ അടുത്തതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് അണ്ണാ. അപ്പം നമ്മളൊരു കൗൺസിലിംഗ് സെന്റർ ആണ് നമ്മളിവിടെ ആലോചിക്കുന്നത്. കൗൺസിലിംഗ് സെന്റർ. അതെ, ഈ കൗൺസിലിംഗ് സെന്റർ നമ്മുടെ നാടിന് ആവശ്യം എന്ന് പറയാനുള്ള കാരണം എന്താ? അണ്ണാ ഞാൻ അത് വലിയ കുറെ കാരണമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും കൊല്ലണം അവനെ തീർച്ചയായും മൈൻഡ് സെറ്റ് ആണ് അല്ലേ? അവരെ പറഞ്ഞ് നമ്മൾ നല്ല വഴി നേർവഴി നടത്തുക. പിന്നെ അതിന്റെ കൂടെ സൂയിസൈഡിന്റെ എണ്ണമൊക്കെ വളരെ വർദ്ധിച്ചു വരികയാണ് പ്രണയനൈരാശ്യം കാരണം. അത് ഇത് പ്രേമമുള്ള സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെ അതെ അതെ, നമ്മളിപ്പോ അതും ആലോചിക്കണ്ടേ? അതെ, നൈസ് ഐഡിയ, നൈസ് തിങ്കിങ്. എനിക്ക് 5 മിനിറ്റ് വേണം അവസാനം, ഒരു 10 മിനിറ്റ് മാക്സിമം. അല്ലല്ല ജസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. ബേസിക്കലി അണ്ണാ ഈ ഒരു എക്സാമ്പിൾ വേണേ നമ്മൾ കാണിച്ചു തരാം കൗൺസിലിംഗ് സെന്ററിന്റെ. അല്ല പക്ഷെ അതിനു മുമ്പ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാരും സംസാരിക്കാറില്ലേ? അതിനുള്ള ചാൻസ് ആണ് അവർക്ക്, അവരുടെ ഏതാണ്. ബേസിക്കലി അണ്ണാ ഈ അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പ്രണയനൈരാശ്യം അല്ല, പ്രണയനൈരാശ്യം അല്ല അലക്സിന്, അവൻ ചെറിയൊരു നിങ്ങൾ ഓരോ ഐഡിയാസ് ഓരോരുത്തരായിട്ട് പിച്ച് ചെയ്യൂ. ഇത് ഒരാൾ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അതിലേക്ക് വരുവാണല്ലോ നമ്മൾ. ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല, എനിക്കറിയാവുന്ന നിങ്ങൾക്കും അറിയില്ല. ചെറിയൊരു വട്ടയസ് എന്തുണ്ടോ നമുക്ക് എങ്ങനെ അറിയാമെന്ന് പറയാൻ പറ്റും. അത് പറഞ്ഞു വരികയാണ്, അതിലേക്ക് എത്തുകയാണ്. അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ആൾക്കാരെ കൊല്ലണമെന്നുള്ള മൈൻഡ് സെറ്റിൽ നടക്കുന്ന ഒരാളാണ്, അങ്ങനെ അറിയാമല്ലോ. ആണല്ലേ? അതവൻ 24/7 ഗണ്ണുമായിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്, എനിക്കത് മനസ്സിലാവും. അതെ 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 അതെ, ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ വേണം മാറ്റിയെടുക്കാം. എന്റെ ഇങ്ങനെ ഹലോ അലക്സ്, ഹലോ, എന്താണ് താങ്കളുടെ പ്രശ്നം? എന്ത് പറ്റി? താങ്കൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ചോരയോട് വല്ലാത്തൊരു ഭ്രമമാണ്. ഭ്രമം കടിയാണ്? അതായത് കുഴപ്പമില്ല, ഭ്രമം. അതായത് എനിക്ക് ചോര വേണം, എനിക്കില്ല ദിവസം ചോര കാണണം. അങ്ങനെയല്ല, അതായത് സമരം ചെയ്യുന്നവരുടെ പുറത്തൂടെ വണ്ടി കയറ്റുക, റോഡിന്റെ നടുക്കൂടെ പോകുന്നവരെ വണ്ടി ഇടിച്ചിടുക, പിന്നെ പെട്ടെന്ന് എന്റെ ആരെങ്കിലും വന്ന് അറിയാണ്ട് മുട്ടയൊക്കെ ചെയ്താ കൊരവള്ളി കയറി പിടിക്കുക. എനിക്കറിയൂടാ, അത് കുറച്ചാൾക്ക് മുമ്പാണ് തുടങ്ങിയത്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ എനിക്ക്. അത് ബേസിക്കലി ഇതൊക്കെ നമ്മൾ ക്ഷമിക്കാനും കൊടുക്കാനും പഠിക്കണോടാ. ഫോർ എക്സാമ്പിൾ, നിനക്ക് അങ്ങനെ കൊല്ലാൻ അത്ര ആഗ്രഹം തോന്നി എന്താ ചെയ്യേണ്ടത്? ഈ കമ്മിറ്റഡ് ആയിട്ടുള്ള ആമ്പിള്ളേരെ കൊന്നുകളയാണ്. അതൊന്നും കുഴപ്പമില്ല. സിംഗിൾ ആയിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണം കൂടി സിറ്റി ഏത് ചെറിയൊരു നമ്മുടെ ഇതിന്റെ ഒരു ആഡായിട്ട്. പരസ്യം വന്നതല്ലേ? അതെ അതെ, ചെറിയതാണ്. മാക്സിമം സൗണ്ട് വിട്ടുവിട്ട് പോണേ. നിങ്ങൾക്ക് കൊല്ലാൻ തോന്നുവാണെങ്കിൽ മാക്സിമം കമ്മിറ്റഡ് ആയിട്ടുള്ളവരെ തന്നെ കൊല്ലടാ, കുഴപ്പമില്ല. നമ്മൾ പ്രണയ നൈരാശ്യമുള്ള ഒരാളെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ മനസ്സ് മാറി അവന്റെ. അപ്പൊ പ്രോഡക്റ്റ് നീ തന്നെയാണോ? ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി? പ്രോഡക്റ്റ് നീയാണോ പ്രോഡക്റ്റ്? ആക്ച്വലി ഞാൻ തന്നെയാണ് MDMA എല്ലാം പഠിച്ചത്. ഓക്കെ, അടുത്തത് എന്താ? പ്രേമ നൈരാശ്യമുള്ള ആള്, പ്രണയ നൈരാശ്യം. എന്താണ് സക്ക താങ്കളുടെ പ്രശ്നം? പറയൂ. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അതല്ല, അങ്ങനെ കുഴപ്പമില്ല. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇങ്ങനെ എല്ലാം ഉണ്ടല്ലോ, എന്തിനും കുറവല്ലോ ഉണ്ടാ? കുറവില്ലല്ലോ. മുൻപൂരി കാണിച്ചിട്ടേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു വിഷമം വരുന്നത്. എല്ലാം കുഴപ്പമില്ല, ശരിയാവൂടാ, നമ്മളൊക്കെ ഇല്ലേടാ കൂടെ. അതിന്റെ കാര്യമല്ല, മനസ്സിന്റെ കാര്യം ഞാൻ പറയുന്നത്. മനസ്സിന്റെ കാര്യം അത്രയൊക്കെ വിഷം വന്നങ്ങ് ചത്ത് കളയണം. പിന്നെ നോക്കല്ലേ, പ്ലീസ് ഡൈ, സൂയിസൈഡ് പ്ലീസ് ബ്രോ. ഡോക്ടർ അല്ലേ? കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ കൂടെ. ഞാനല്ലാതെ പിന്നെ ആര്? പേടിക്കണം, ഞാനുണ്ട്.
അണ്ണാ ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ട്. എടാ ഇത് എങ്ങനെ സോൾവ് ആയെന്ന് പറയണം. അവന് സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലേ, അവൻ ചാവൂലേ അപ്പൊ? മാറിയില്ലേ സെക്കൻഡ് മാറിയില്ലേ? നമുക്ക് എന്റെ മാറി മാറിയല്ലേ? എങ്കിൽ പിന്നെ ഒരു സംശയം കൊണ്ടിട്ട് വാസുവിനെ. എങ്കിൽ പിന്നെ ഡോക്ടറെ ഞങ്ങളുടെ ജോക്കിയുടെ ഈ സ്ത്രീ വിരുദ്ധത ഒന്ന് ഡോക്ടറിന് മാറ്റാൻ പറ്റുമോ നോക്കട്ടെ? നോക്കട്ടെ എങ്കിൽ ഡോക്ടർ വരും, കടന്നു വരും. ജോക്കിയണ്ണ ഹലോ. ഹലോ. എന്താണ് ജോക്കിയണ്ണന്റെ പ്രശ്നം പറയൂ. അങ്ങ് ക്ഷീണമാന്നേ. അപ്പൊ പിന്നെ പെണ്ണില്ലായിരിക്കുന്നല്ലോ നല്ലത്. അതല്ല, മനസ്സിന് ക്ഷീണമാണ്. മാനസികം. ഓക്കെ. മാനസിക ക്ഷീണമൊക്കെ ആക്ച്വലി ശബ്ദം പോണ നിന്റെ ശബ്ദം പോന്നെ മോനെ. നിന്റെ ശബ്ദം പോണ. ജോക്കിയണ്ണ അത് മാറ്റിയെടുക്കാൻ നല്ല വഴിയുണ്ട്. സിമ്പിൾ ആണ്, എളുപ്പമാണ്. ഇല്ലടാ നിന്റെ സൗണ്ട് ഇല്ലടാ, സൗണ്ട് കേൾക്കണില്ല നമുക്ക്. ഹലോ. അല്ലല്ല, അത് കൈ വന്നേ, അറിയാതെ കൈ വന്നേ. പറഞ്ഞോ. ഇത് ബേസിക്കലി മാറ്റിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അണ്ണു നമ്മളുടെ വള്ളിയൊക്കെ പിടിക്കാൻ മുമ്പ് കൊണ്ട് വന്നാൽ മതി. എല്ലാം നമ്മളൊക്കെ ഇല്ല അണ്ണു, നമ്മളല്ലാതെ പറയുന്ന ഒന്നും കേൾക്കണില്ലടാ. ഏവലെ നിന്റെ നെറ്റ് എന്തോ പറ്റി. ഡോക്ടറെ ബ്രേക്ക് കൊടുക്കാമോ? ഡോക്ടർ തോൽവി സംഭവിച്ചത് ഡോക്ടർ എന്താ സെറ്റ് ചെയ്യാൻ പോയ കേട്ടാ. ഡോക്ടർ നിങ്ങളെ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്തോ? ലാസ്റ്റ് കണ്ടിന്യൂ. അണ്ണാ ബേസിക്കലി നമ്മുടെ ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്, ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. കുറച്ചുകൂടെ സൗണ്ട് അടുത്തോട്ട് വെക്കോ. കുറച്ചുകൂടെ അടുത്തോട്ട് വെക്കോ. ലാസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ടോൾ ബൂത്ത് ആണ്. സിറ്റിയിൽ ആവശ്യമില്ലാതെ കുറെ ടോൾ ബൂത്തുകൾ. ഇത് ഗവൺമെന്റിന് ഒരു ഉപയോഗമില്ല. നമുക്ക് പറഞ്ഞാൽ കയ്യേറാം. എന്നാൽ അതിനകത്ത് നാട്ടുകാരെ പൈസ പിരിച്ചിരിക്കാം. ഏത് എളുപ്പമുള്ള പരിപാടിയാ, മെനക്കേടുമില്ല. ഇതൊരു പ്രോഡക്റ്റ് ആണ് മോനെ വേണ്ടേ? ഇല്ല നമുക്ക് അങ്ങനെയല്ല. ഈ രണ്ട് ഐഡിയ അടിപൊളിയാണ്. ഇത് ഈ രണ്ട് ഐഡിയ കൊള്ളാം. ഒരു മാസം ഓയ കൊള്ളാല്ലേ? ഒരു കൈയടി. നല്ല പ്രസന്റേഷൻ, നല്ല പ്രസന്റേഷൻ, ബ്രില്യന്റ് ഐഡിയ. എസ്പെഷ്യലി ആ വീഡിയോ. പിന്നെ AI ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, വാസുവിന്റെ ദർശനയുടെ സത്യമായിട്ടുള്ള കാര്യമല്ലത്. കൊള്ളാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു അത്. ഇത് ഏടെ കാലമല്ലേ ആണോ, അപ്പൊ നമ്മൾ ഇറങ്ങണ്ട AI-ലോട്ട്. ബ്രില്യന്റ്. ഒരു രക്ഷയില്ല. കിടില. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല നിന്റെ അടുത്ത് നിന്ന്. കിടിലം, അടിപൊളി. അല്ല നിങ്ങൾ നാലുപേരും അടിപൊളി. നമുക്ക് റോളൊന്നുമില്ല. നമുക്ക് ബാക്കിൽ ആഡ് റൺ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് നീ നന്നായിട്ട് ചെയ്തു. അടിപൊളിയായിട്ട് ചെയ്തു. ഇതിന്റെ ലാസ്റ്റിൽ തന്നെ വീഡിയോ ഉണ്ടോ? ഇല്ലല്ലോ, ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു ഫോട്ടോ ആണ്. ഫോട്ടോ മറ്റേ അല്ല കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞങ്ങള് നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി അല്ലേ? അത് നമ്മൾ അറിയിക്കാം. പ്രിയപ്പെട്ട എല്ലാ ജഡ്ജസിനും നമ്മുടെ നന്ദി, നമസ്കാരം. നമ്മൾ നമ്മുടെ ബാക്കിലൂടെ ഓക്കെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ബ്രില്യന്റ് പ്രസന്റേഷൻ വാസു, ബ്രില്യന്റ്, അമേസിംഗ്. ഇത് എന്തുവാ ഇത്? എന്താണിത്? ആഡ് പ്ലേ ആയിക്കൊണ്ടിരിക്കും. അല്ലേ സഞ്ചരിക്കുന്ന ഇതെന്താ നൃത്തത്തില്ലേ ഇത്? ബ്രില്യന്റ് പ്രസന്റേഷൻ, ബ്രില്യന്റ്. സത്യമല്ലേ? സത്യം. അതെ, ഒരു ദിവസം ശരിയാ ചോക്കി. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ എത്ര എണ്ണം പ്രൈവസി വേണ്ടേടാ? പ്രൈവസി ഇല്ലല്ലോ. ഇതാകുമ്പോ മലയിലും പഞ്ചായത്തിലും കണക്റ്റിലും ഒന്നും പോകണ്ടല്ലോ. പിന്നെ ഇത് കൊള്ളാം. ബ്രില്യന്റ് ഐഡിയ. നമ്മൾ ഇതിനെ പറ്റി ഇത്ര നാൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് കൊള്ളാം കേട്ടോ. അഡ്വർടൈസ് നമുക്ക് പെണ്ണില്ല. അപ്പാ പെണ്ണുണ്ടല്ലാണ് ബിസിനസ് നടത്തണ്ടേ അപ്പാ? സഞ്ചരിക്കുന്ന അഡ്വർടൈസ്മെന്റ് അല്ലേ അത്? അത് കൊള്ളാം. അതാണ് ക്യാച്ചി. അപ്പൊ നമുക്ക് അടുത്ത ആളെ വിളിക്കാം. സ്കോർ കൊടുക്കണ്ടേ വാസുവിന്? റേഡിയോ. സോ അടുത്ത ടീം റെഡി ആണോ?
ആരാണ് റെഡി? ബാക്കിയല്ല അത് ടീം ഷാർജ റെഡിയാണോ? ഷാർജ അല്ല ഒരാള് കൂടി വരാണ്ട്, അത് ഇറങ്ങി ഇറങ്ങിക്കാം. ചൈന ടൗൺ റെഡിയാണോ? ചൈന ടൗൺ റെഡിയാണോ ചോദിക്കടാ. ഓരോരുത്തരത്ത് വിളിക്കാൻ പ്ലാൻ ചെയ്യാനായിട്ട്. SRK അപ്പുക്കുട്ടൻ റെസ്പോണ്ട് ചെയ്. ഹലോ ഞങ്ങള് അമ്പത്തൂരത്ത് വരാണ്ടേ. ടീം ബേബി ഞാനൊരു കാര്യം പറയട്ടെ എടോ, പെണ്ണ് കടിക്കറ കേട്ടോ. അപ്പൊ എന്നാ SMS എന്റർപ്രൈസ് പൊട്ടി സാവേജ് മന്ദാരം സ്നൈപ്പ്. പിന്നെ നമ്മള് വേറൊരു മോഡലിനെ ഇറക്കിയിട്ടുള്ളതാണ്. അതേടാ ഒരു പേഷ്യൻസ് ഇല്ലാത്ത വരുന്നുണ്ട്. അവരുടെ പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് മതിയെ നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നത് കേട്ടാ. പ്രസന്റേഷൻ അത്രേ ഉള്ളൂ. ഗോവയ്ക്ക് ട്രിപ്പ് പോകാൻ വരുന്ന. ഹലോ ഫസ്റ്റ് ഓഫ് ഓൾ ശബ്ദം കേൾക്കുന്നില്ല മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. മിസ്റ്റർ ആരൊക്കെയാ പേരെന്ന് പറയാവോ? ഇത് ഗോവയ്ക്ക് ട്രിപ്പ് വല്ലതും പോകണോ? പറഞ്ഞോളൂ. ഒരാളില്ലല്ലോ. സാധാരണ ആകിലാണോ ഇത്? നമ്മളിങ്ങനെ തുടി വരുന്നതേ നോക്കണ്ട. എന്ത് വികൃതാണ് ഈ ചെട്ടി. ഒരു ഡിസൈനും ഇല്ല അണ്ണാ, ഒന്നുമില്ല. കേക്ക് എന്ത് വികൃതമാണ് ഈ ചട്ടി. കാണാൻ തന്നെ ഒരു രസം ഇട്ടാണ് ഇത്. ഒരു ഹോസ്റ്റൽ എടുത്ത് കൊണ്ടുപോയ പോലെ എന്ത് ഒരു വൃത്തിയില്ലാത്തൊരു ചട്ടി. സത്യം. ഇതിന് പകരം നമ്മുടെ ഒരു പുതിയ ഐഡിയ ഉണ്ടെണ്ണ. കറക്റ്റ് ഇവിടെ ഗാങ്ങിന്റെ ലോഗോ വരുന്ന ഒരു ചട്ടി. പിന്നെ എക്സ്ക്ലൂസീവ് ഡ്രോപ്പ് ആയിട്ട് അണ്ണന്റെ തലയുള്ളതും ജോക്കിയുടെ തലയുള്ളത്, അങ്ങനെ 2-3 തരം ബാക്കില്. അതിന് പിന്നെ നമ്മള് മോഡലിനെ ഒന്ന് വിളിക്കട്ടെ അണ്ണാ. നമ്മുടെ ബന്ദിയോട് കരിമ്പുലി നമ്മള് മോഡലിനെ വിളിച്ചാൽ ഇത് മനസ്സിലാവും. ബന്ദിയോട് കരിമ്പുലി കാട്ടി തന്നെയാ ഇപ്പൊ പ്രസന്റേഷൻ കാട് തല്ലെന്ന് ബ്ലൈഡാ അവന്റെ തലയില്. ജെട്ടി കംഫർട്ടബിൾ ആണ്. കുട്ടികൾ പമ്പേഴ്സ് ഇടുന്ന പോലെ ആയിരിക്കും. നമ്പർ 1 പമ്പേഴ്സ് അല്ല പാമ്പേഴ്സ്. തിരുത്തണ്ടേ നമ്മൾ. ഇനിയാണ് ഇത് നമ്മുടെ മോഡലിന്റെ ഇതാണ്. ഇതുപോലെ കളർഫുൾ ആയ ജെട്ടികൾ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പൊ കൂടെ വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. വീഡിയോ കൂടെ ആടുണ്ട്. കരിമ്പിലി ആടിനെ കൊണ്ട് എവിടെ ആടെവിടെ ലേറ്റ് ആയിട്ട് വന്നിട്ട് ഊള തമാശ അടിക്കരുതേ കേട്ടോ. അവന്റെ മീശ കിടന്ന് ഊഞ്ഞാലാടാ, അത്രക്കുണ്ട്. സോറി, അതൊന്ന് പ്ലേ ചെയ്യാം, എനിക്കൊന്ന് കാണണം മിസ്റ്റർ വാസു. അണ്ണാ മിസ്റ്റർ വാസുവിനെ പ്ലേ ചെയ്യിപ്പിച്ചു. ഇപ്പൊ മൊത്തം ടാറുകളാടാ. ചന്ദ്രൻ മോഡലാണല്ലേ? ഓ പേടിയാണ്. ഗുണം മെച്ചം. വള്ളികളുടെയും ഹോസ്റ്റേജുകളുടെയും നാടായ എക്സ്ലാൻഡിസിൽ നിന്നും മറ്റൊരു ജെട്ടി, SMS ജെട്ടി. എക്സ്ലാൻഡിസിന്റെ സ്വന്തം ജെട്ടി. ഇരിക്കത്തിനും മുറുക്കത്തിനും എക്സ്ലാൻഡിസിന്റെ സ്വന്തം ജെട്ടി, SMS ജെട്ടി. ചങ്കേ കരളെ, എനിക്ക് നമ്മുടെ സ്വന്തം ജെട്ടി, SMS ജെട്ടി. ആ മറ്റേ ടബിലിരുന്ന് അപ്പാപ്പനാണോ?
ആ മെയിൻ മോഡൽ വില്ലൻ ബ്രോ ഇല്ലേ? അല്ലേ അണ്ണു അടുത്ത 2 ആഴ്ചത്തേക്ക് ഗ്യാങ്സ്റ്റർ ഫ്രീ ആണ് 3 പേർക്ക്. ജട്ടിയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലല്ല ഒരു ഓക്കെ. അതായത് ഈ 2 ബിസിനസ് ഒന്നിച്ചു കൊണ്ടാണ് പ്രോഡക്റ്റ് തന്നത്. അതെന്താണ്? അതായത് നമ്മള് ഒരു ബാർ നമ്മള് തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ്. അതായത് ഈ സിറ്റിയിൽ പ്രേമ നൈരാശ്യം ഉള്ളവരുണ്ട്, ബാറ് തൂറി മെഴുകുന്നവരുണ്ട്. ഇവരൊക്കെ വിഷമിച്ചിരിക്കുമ്പോ എന്ത് ചെയ്യണ്ടാ? ഇവർക്ക് വേണ്ടി വളരെ തുറന്ന ഇതിൽ മദ്യപിക്കാൻ ഒരു ബാറ്. നമ്മുടെ ജെട്ടിയിട്ട് പോയി എലാസ്റ്റിക് കാണിക്കുവാണെങ്കിൽ 10% ഓഫും മിച്ചറും ഗ്ലാസും ഫ്രീ. അതാണ് നമ്മുടെ ഈ ജട്ടി മാർക്കറ്റ് ചെയ്യാൻ ബാർ തുടങ്ങാന്ന് പറഞ്ഞാൽ അത് വലിയ എക്സ്പെൻസ് ഉള്ള പരിപാടിയല്ലേ? ബാർ തുടങ്ങിയാൽ ജട്ടി മാർക്കറ്റ് ചെയ്യാം. അതെ, അത് സ്ക്രാച്ച് ആൻഡ് കൂപ്പൺ ഉണ്ട്. അതിലൂടെ നമ്മുടെ മോഡൽ 1 ഡേ സ്പെൻഡ് ചെയ്യാം. ഒരു കാര്യം പറയട്ടെ, നടക്കി തന്നെ മാറ്റി അവൻ തിരിഞ്ഞിരിക്കാൻ ജട്ടി കാണിച്ചു. മോഡലിലൂടെ 1 ഡേ കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് ആരുടെ വേണേലും തല വെക്കാം. വേണ്ട, നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച്. അതെ, വേറെ ഞാൻ ഇത് വേണേ കാണിച്ചിട്ടാ. ഓക്കെ, ഒരു ഇത് കാണിച്ചു ഫോട്ടോ കാണിച്ചു തരാം. ഓക്കെ, മോഡൽ ഓക്കെ അല്ലേ? കത്തിയിലല്ലേ നമ്മളിവിടെ മോഡൽ കരിമ്പുലിയാ കരിമ്പൂപ്പി പോലെ ജോക്കി. ഒരു വിധത്തില് ഇവര് പറയുന്നത് ശരിയാ ജോക്കി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെന്താണിത്? അല്ല ജോക്കി, ഒരു വിധത്തിൽ ഇവര് പറയണ ശരിയാ ജോക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് ഒരു ഗ്യാങ്ങിൽ ഒരാളെ ഹോസ്റ്റേജ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ ജട്ടിപ്പുറത്ത് നിൽക്കുമ്പോൾ ഈ അപ്പി ജട്ടി ഇട്ട് നിൽക്കുന്നത് ഒരു ഗ്യാങ്ങിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. ആ സമയത്ത് കുറച്ചും കൂടി നല്ല ജട്ടി ഇട്ട് നിൽക്കുവാണെങ്കിൽ ഗ്യാങ്ങിന് ഒരു പ്രൗഢിയല്ലേ അത്? മൂലത്തിൽ സ്ക്രീൻ മാറ്റണം. ഇനി ആ ജട്ടി കണ്ടിട്ട് ആ സിമ്പിൾ ഉണ്ടാവും, അവർക്ക് പേടിക്കാൻ കൂടി പറ്റിയാലോ? കൊലപതിയാ ജട്ടി പ്രസൻസ് കാണുന്നില്ല. ഇത് പക്ഷെ കാണാൻ പറ്റില്ല കേട്ടോ, ജട്ടി മാത്രം കാണുന്നില്ല. അടുത്ത ഫോട്ടോ ഉണ്ട്, ഒരുപാടുണ്ടോ നമുക്ക്? നിങ്ങളുടെ കൂട്ടത്തില് സ്നൈപ്പ് വന്നില്ലല്ലേ? ഇല്ല. നിങ്ങളുടെ മോഡൽ എന്താ? ക്യാൻറ്റീൻമാന്റെ മുട്ട കഴിച്ചിട്ടാണ് ചന്ദ്ര കാലിലെന്താ? എനിക്ക് ഫ്രണ്ടിൽ നോ സിഗ്നലാണ് കാണിക്കുന്നത്. ഇങ്ങനെ പല രീതിയിൽ പല ഗ്യാങ്ങിലും അതാണ് നമ്മുടെ ഇത്. അത് കൊള്ളാം കേട്ടോ. അന്ന് മോഡലാക്കുവാണെങ്കിൽ നമുക്ക് ജോക്കി കൂടെ വെക്കാം. സത്യം. പക്ഷെ ഫ്രണ്ടിലുള്ള ആര് പൊന്തിച്ച കാണൂല. പക്ഷെ ഇത്ര നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് വരാം. നമ്മൾ ഇത്ര കടന്ന് ചിന്തിച്ചില്ലായിരുന്നു. പക്ഷെ ഐഡിയ കൊള്ളാം. പക്ഷെ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പം സിറ്റിസൺസിനും ഈ ഗ്യാങ്ങിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ലാഭം കൊയ്യാം. അണ്ണാ ഉണ്ട് ദേ ഈ മോഡൽ ഇട്ടിരിക്കുന്നത്. ഹാർട്ടുള്ള ജട്ടി കണ്ടിട്ടുണ്ടോ?
ഇത് പോരെ ഇത് പെമ്പിള്ളേരുടെ ഇത് കൊള്ളത്തില്ല കേട്ടോ, ഐഡിയ ഇവ പെണ്ണാണ് കൊള്ളത്തില്ല. പയ്യാന്ന്. അല്ലല്ല ഇത് വെറും ഇതെന്താണ് ഇത്? സെക്സിയോ യൂണിസെക്സാ? അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ എന്തായാലും കൊള്ളാടാ. നമ്മള് ഏറ്റവും ലാസ്റ്റില് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മള് നമ്മ കയ്യിലെടുത്ത് നടന്ന് വിൽക്കും. സത്യം. ഇവൻ ദോശക്കല്ലേ അല്ല നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു പ്രോജക്റ്റിന് നിങ്ങൾ ചെറിയ പൈസ ഉണ്ട്, എലാസ്റ്റിക് പൈസ ഉണ്ട്. അല്ല എന്നാലും എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും? ഒരു 50 അല്ല 100 കോടി ബാറും കൂടെ വേണല്ലോ. ശരിയാ ബാറും കൂടെ തുടങ്ങാൻ 100 കോടി രൂപ മതിയോ? മതി. മതിയാണ്. ചെറിയ സെറ്റപ്പ് ചെയ്യുമ്പോ തുടങ്ങണ്ട. ചെറിയ സെറ്റപ്പ് ഇവിടെ ഇതിപ്പോ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി ഇപ്പൊ വാസോണിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ബിസിനസ് അണ്ണൂന് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി വിചാരിച്ചോ. അപ്പൊ വേണമെങ്കിൽ അണ്ണൂന് അത് 50 കോടി കൊടുത്തോണ്ടെങ്കിൽ അണ്ണൂന് നീ നടത്തിക്കോ. പിന്നെ ഇവന്റെ ഇത് പറയരുത്. കൊള്ളാം മോനെ, കൊള്ളാം, നല്ല മോഡൽ ഉണ്ടല്ലോ വിഷയമായിരുന്നു. ദോശക്കല്ലേ മോങ് വെച്ചിട്ടാ കൊണ്ടുവന്നവനെ. ഇല്ല ഇത് ഫാഷൻ. ഇത് ഏതോ മാമ ഇവിടെ ഫുഡ് കഴിക്കായിരുന്ന റോഡില്. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ വിളിച്ച് ബാക്കി കാര്യങ്ങൾ പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു എന്റർപ്രൈസ്. ഓക്കെ.